ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് പീച്ചിങ്ങ ആണ് കേട്ടോ കറി വയ്ക്കുന്നത്. ഇവിടെ നമ്മുടെ വീട്ടിൽ കുറേ പീച്ചിങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ചെറിയ വെജിറ്റബിൾ കൃഷിത്തോട്ടത്തെക്കുറിച്ചുള്ള വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പീച്ചിങ്ങയൊക്കെ ഉണ്ടായി നിൽക്കുന്നത് കേട്ടോ. നല്ല വലിയ തരം പീച്ചിങ്ങയാണ്. ഇപ്പോൾ ഈ ഒരു പീച്ചിങ്ങ നമുക്ക് മതി ഈ കറിക്ക്. അപ്പോൾ ഞാൻ പീച്ചിങ്ങ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് അതിൻ്റെ അകത്ത് ഇത്തിരി ഉപ്പ് തിരുമ്മി കുറച്ച് നേരം വെച്ചു. ഉപ്പ് പിടിച്ചോളുമല്ലോ. അത് കഴിഞ്ഞിട്ട് ഇത്തിരി സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഇത്തിരി മഞ്ഞൾപ്പൊടി, കാന്താരി മുളക് 2 അല്ലെങ്കിൽ പച്ചമുളകാണെങ്കിലും മതി കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നന്നായി കൂട്ടി യോജിപ്പിച്ച് ഇതുപോലെ സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. എന്നിട്ട് അതിൻ്റെ അകത്തിട്ട് നന്നായി ഇത് വേവിക്കുക. അധികം വേവൊന്നും ഇല്ല കേട്ടോ പീച്ചിങ്ങയ്ക്ക് കേട്ടോ. അപ്പോൾ പീച്ചിങ്ങ മാത്രമല്ല, ഇത് നമ്മുടെ സ്പെഷ്യൽ താരമുണ്ട് മുട്ട. കണ്ടോ, മുട്ടയും പീച്ചിങ്ങയും കൂടിയുള്ളൊരു കറിയാണ്. അതിൻ്റെ അകത്ത് ഇത്തിരി നമ്മൾ വേറെ ചേർത്തിരിക്കുന്നത് ഇത്തിരി തേങ്ങയാണ് കേട്ടോ. ഒരു നുള്ളു തേങ്ങ മതി അതിൻ്റെ അകത്തേക്ക് ഇടാനായിട്ട് കേട്ടോ. അത് ഒരു തേങ്ങയും കൂടിയും ചേർത്താൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പീച്ചിങ്ങ ശരിക്കും പറഞ്ഞാൽ എറണാകുളത്തൊക്കെ താമസിക്കുമ്പോൾ എറണാകുളം സൈഡിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ചെമ്മീനുണ്ടല്ലോ, കുഞ്ഞി ചെമ്മീൻ കിട്ടുവാണെങ്കിൽ അതും പീച്ചിങ്ങയും കൂടി തോരൻ, മെഴുക്ക് പുരട്ടി ഒക്കെ വെക്കാറുണ്ട്. നല്ല രുചിയാണ് കേട്ടോ അതൊക്കെ കേട്ടോ. ഞാൻ മുട്ട ഇട്ടിട്ട് അധികം ഞാനൊരു സ്ഥലത്തൊന്നും അങ്ങനെ കഴിച്ചിട്ടില്ല, മുട്ട ചിക്കിയിട്ട് പീച്ചിങ്ങ. പക്ഷേ ഇവിടെ കുറച്ച് നാൾ മുമ്പ് അത് ഉണ്ടാക്കി ഇവിടെ കഴിച്ചപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. വീട്ടിൽ നല്ല രുചിയുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്നും കൂടി ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് അത് കാണിച്ചു തരാമെന്ന് ഓർത്തു. ഇച്ചിരി വേഗം വരുവേ. ഇപ്പോൾ നമുക്ക് മുട്ട ചിക്കിടാനായിട്ട് ഇതിൻ്റെ അകത്തേക്ക് ആ മുട്ടയ്ക്ക് ആവശ്യമുള്ള കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മതി കേട്ടോ, കുറച്ച് മുളക് പൊടി, മുളക് പൊടി നടുക്കിട്ടിട്ടുണ്ട് കേട്ടോ. ഈ കറി ഇത് മാറ്റണം എന്നൊന്നുമില്ല. അതിൻ്റെ അകത്തേക്ക് തന്നെ മുട്ട പൊട്ടിച്ചിട്ട് ഒഴിക്കുക. രണ്ട് മുട്ട എടുത്തെടുക്കണം കേട്ടോ, അത് മതിയാവേ. നന്നായി അത് ചിക്കി നടുക്ക് തന്നെ, മറ്റേത് മാറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത്രയും വലിയ പാത്രമാണെങ്കിൽ ഇതിങ്ങനെ ചിക്കി എടുക്കാവുന്നേ. കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ, നല്ല രുചിയാണ് കേട്ടോ. കുട്ടികൾക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടും. കാരണം ഇതിനൊരു മധുരം, ചെറിയൊരു നേരിയ മധുരം പീച്ചിങ്ങയ്ക്ക് ഉള്ളതുകൊണ്ട് എല്ലാവരും ഇത് ഉണ്ടാക്കി ഒന്ന് നോക്കണം കേട്ടോ. ഇഷ്ടമുണ്ടെങ്കിൽ നോക്കുക, നല്ലതാണ്. ഞാനിതിപ്പോൾ വീട്ടിലിത് വീണ്ടും ഉണ്ടാക്കണമെന്ന് അഭിപ്രായം പറഞ്ഞതുകൊണ്ട്, നല്ലതാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ.